ജൂൺ 2 വിശുദ്ധ മർസലിനൂസും പത്രോസും. ലത്തീൻ എഴുത്തിലുള്ള ദിവ്യബലിക്രമത്തിൽ ഒന്നാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പേരുകൾ ചേർത്തിരിക്കുന്ന 2 രക്തസാക്ഷികളാണ് മർസലിനൂസും പത്രോസും. മർസലിനൂസ് ഒരു പുരോഹിതനും പത്രോസ് എക്സോർസിസം എന്ന ചെറിയ പട്ടം സ്വീകരിച്ചിരുന്ന ഒരു ശെമ്മാശനുമായിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ കൂട്ടുകാരായ തടവുകാരെയും ജയിലർ അർത്തേമിയൂസിനെയും അവർ മാനസാന്തരപ്പെടുത്തി. ഒരു വനത്തിൽ വെച്ച് അവരുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. ആരാച്ചാർ മാനസാന്തരപ്പെടുകയും ചെയ്തു. തിബൂർത്തിയൂസിന്റെ ഭൂഗർഭാലയത്തിൽ അവർ സംസ്കരിക്കപ്പെട്ടു. ഡെമാസൂസ് പാപ്പ ഇവരുടെ ശവകുടീരത്തിൽ ഒരു സ്മാരക ലിഖിതം കവിതയിൽ എഴുതി വച്ചിട്ടുണ്ട്. ലാവിക്കൻ റോഡിലുള്ള ശ്മശാനത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി ഒരു ദേവാലയം നിർമ്മിച്ചു. അവരുടെ അവശിഷ്ടങ്ങളോട് ബന്ധപ്പെട്ട് അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്. ഇവരുടെ രക്തസാക്ഷിത്വം ആദിമസഭയ്ക്ക് ഒരു ശക്തമായ പ്രോത്സാഹനമായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇവരുടെ പേരുകൾ ദിവ്യബലിയുടെ പ്രാർത്ഥനയിൽ ചേർത്തത്. വിചിന്തനം. രക്തം ചിന്തി വിശ്വാസത്തിനും ദൈവസ്നേഹത്തിനും പരമമായ സാക്ഷ്യം വഹിക്കുന്ന ക്രിസ്തീയ രക്തസാക്ഷികളും അപ്പസ്തലന്മാരും ക്രിസ്തുവിൽ നമ്മളോട് ഐക്യപ്പെട്ടാണിരിക്കുന്നത്. ആകയാൽ കഷ്ടപ്പെടുന്ന ക്രൈസ്തവരെ ധൈര്യപ്പെടുവിൻ. ദൈവരാജ്യം ബലവശമാകുന്നു. ബലം പ്രയോഗിക്കുന്നവർ അത് കൈവശമാക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12-ാം തിരുവചനം.